പൊള്ളയായ വാഗ്ദാനങ്ങളാൽ കാടുമൂടിയ വില്ലേജ് ഓഫീസ്. തൃപ്രങ്ങോട് പഞ്ചായത്തിന് സ്വന്തമായൊരു വില്ലേജ് ഓഫീസ് ഇല്ല. 8 മാസം മുൻപ് കെട്ടിടത്തിനെ ഡിജിറ്റൽ സംവിധാനത്തോടുകൂടി നവീകരിക്കാമെന്ന് ഭരണസമിതി അധികൃതർ പറഞ്ഞെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. തൃപ്രങ്ങോട് പഞ്ചായത്തിന്റെ വില്ലേജ് ഓഫീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊക്കെ കണ്ടാൽ അറിയാവുന്ന കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ 7 മാസം കൊണ്ട് ഡിജിറ്റൽ വില്ലേജ് ഓഫീസാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവർക്ക് പ്രത്യേക സാഹചര്യത്തിൽ നമ്മളടുത്ത് തന്നെ എൻ്റെ ജ്യേഷ്ഠനായ ബാബാജിയുടെ കോട്ടേഴ്സിൽ വർക്ക് ചെയ്യാനും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് 3 മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വർക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ മന്ത്രിമാരെയും വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ അവിടെ വെച്ച് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചതാണ്. പക്ഷെ അവരുടെ യുവജന സംഘടന പോലും ഈ വിഷയത്തിൽ ഇവരാരും ഇടപെടുന്നില്ല. നമ്മളെ ആവശ്യം ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി തുടങ്ങി താൽക്കാലികമുള്ള ആ കോട്ടേഴ്സിൽ നിന്ന് ഇത് മാറ്റി സ്വന്തമായിട്ട് തന്നെ സർക്കാരിൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് മാറ്റിയിട്ട് അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് വർക്ക് ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ STU എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരം ഇതിന് മുന്നിൽ നടത്തും. അതേപോലെ തന്നെ ഈ അധികാരികൾ ഈ ഒരു ഞങ്ങളിപ്പോൾ ഒരു സൂചന മാത്രമാണ് ഞങ്ങളിപ്പോൾ നൽകുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഈ നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ, ഈ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് പണി തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് നടത്തും, അതേപോലെ തന്നെ RDO ഓഫീസിലേക്ക് നടത്തും. ഈ അധികാരികൾക്ക് ഞങ്ങൾ നിവേദനം അടക്കം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. MLA ഉൾപ്പെടെ അതേപോലെ തന്നെ സർക്കാരിനും നേരിട്ട് സമർപ്പിക്കും ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ട്. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഡിജിറ്റൽ സംവിധാനത്തിൽ നമ്മുടെ ഈ വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ച് പുതിയൊരു കെട്ടിടം സ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ STUവിന് പറയാനുള്ളത്. ഇപ്പോൾ താൽക്കാലികമായി ഒരു ക്വാർട്ടേഴ്സിലാണ് ഓഫീസ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൃത്യമായി ഇതിന്റെ വാടക പോലും സർക്കാർ നൽകുന്നില്ല. വില്ലേജ് ആവശ്യങ്ങൾക്കായി താൽക്കാലിക വില്ലേജ് ഓഫീസ് അന്വേഷിക്കുന്നവർ ഏറെയാണ്. കാട് മൂടിക്കിടക്കുന്ന നിലയിലാണ് ഇപ്പോൾ വില്ലേജിന്റെ അവസ്ഥ. പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിച്ച് പുതിയൊരു വില്ലേജ് ഓഫീസ് വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനിയും ഈ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ ശക്തമായ സമര പരിപാടികളോടുകൂടി മുന്നോട്ടു പോകുമെന്ന് STU അറിയിച്ചു. ന്യൂസ് 99 ആലത്തിയൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.